ഓക്കെ, നമ്മുടെ ബാങ്ക് ഓക്കെ. കാനറ ബാങ്കിൽ നിന്ന് വളരെ സുതാര്യമായ രീതിയിലാണ് നമ്മളിപ്പോൾ ഹോം ലോൺ ഫെസിലിറ്റിയുമായിട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 8.3% തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KV മുതലായ അധ്യാപകർക്കുള്ള പ്രത്യേക തരം സ്കീമിലാണ് 8.3 നമ്മൾ കൊടുക്കുന്നത്. ഒരു ഡൗട്ടും കൂടെ, 8.3 അപ് ടു എത്ര ലാക്സാ? അപ് ടു എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എബൌട്ട് 250 അറൗണ്ട് പ്രോജക്ട് കോസ്റ്റ് അനുസരിച്ച് എനി നമ്പർ എത്രയാണോ വരുന്നത് അത്രയും വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ ഫെസിലിറ്റീസിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും KYC നോംസ് വേണം. സിബിളിൽ നല്ല സ്കോർ ആണെങ്കിലാണ് നല്ല റേറ്റ് കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ അനുസരിച്ച് നമുക്ക് റിട്ടേൺ ഓഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് കൂടുതൽ വരുന്ന പെനാൽറ്റിയോട് കൂടിയ റേറ്റ് ആയിരിക്കും വരിക. നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് നല്ല റേറ്റിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ലോൺസ് അവർക്ക് തരാനുള്ളത് സാലറി സർട്ടിഫിക്കറ്റ്, സാലറി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് തരണം. അത് 3 ഇയർ ITR തരണം. അതുപോലെ തന്നെ നെറ്റ് ടേക്ക് ഹോം സാലറി നമ്മൾ 20% മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിക്ക് നമുക്ക് ഇൻസ്റ്റാൾമെന്റ്സ് കൊടുക്കാം. അപ് ടു ദ ഏജ് ഓഫ് 75 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. 75 വരെ റീപേയ്മെന്റ് പീരീഡ്, മാക്സിമം 30 ഇയർ റീപേയ്മെന്റ് പീരീഡ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഈ ലോൺ വന്നിട്ട് സാങ്ഷൻ ആവും? തീർച്ചയായിട്ടും നമ്മുടെ ലീഗൽ ക്ലിയറൻസ്, ലീഗലിൽ നമുക്ക് വേണ്ടത് ഡീഡ്, പ്രയർ ഡീഡ്, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡിൻ്റെ മറ്റു ഡോക്യുമെൻറ്റ്സ്, ലാൻഡ് ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്, കൈവശാവകാശം, 30 ഇയേഴ്സ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലീഗൽ ക്ലിയറൻസ് എടുക്കാം. ലീഗൽ ക്ലിയറൻസ് കൃത്യമായി കിട്ടിയാൽ അത് ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിനടുത്ത യൂണിയൻ ബാങ്കിന്റെ ലോൺ ഡീറ്റെയിൽസ് മാഡത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. മാഡത്തിന്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രശ്മി എന്നാണ്. ഓക്കെ, നമ്മുടെ യൂണിയൻ ബാങ്കിന്റെ ഈ ഫ്ലാറ്റ്സ് സെയിലും മറ്റേതായിട്ടുള്ള കണക്ഷൻ ഒരു കൗണ്ടറുണ്ട്, ഒരു സ്റ്റാളുണ്ട് നമ്മുടെ ലുലു മാളിൽ. അപ്പോൾ ഈ യൂണിയൻ ബാങ്കിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഒന്ന് പറയാം? നമ്മൾ മാക്സിമം 30 വർഷത്തേക്കാണ് ലോൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരാൾക്കും 18 വയസ്സ് മുകളിലുള്ള ഏതൊരാൾക്കും വേണമെങ്കിൽ സ്ഥിരമായ വരുമാനമുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കും. ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ലാസ്റ്റ് 3 ഇയർ IT റിട്ടേൺ ഉണ്ടായിരിക്കണം. സാലറിഡ് ആണെങ്കിൽ അവരുടെ മാസ ശമ്പളത്തിന് സാലറി സ്ലിപ്പും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നാൽ മതിയാവും. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ ഉള്ള ബിൽഡേഴ്സ് എല്ലാവർക്കുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് അവരുടെ KYCയും ആ എഗ്രിമെൻറ്റും മാത്രം മതി നമുക്ക് ലോണിന് വേണ്ടി. ഇവരുടെ ജസ്റ്റ് ബിസിനസ് ഇൻകം പ്രൂഫും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാം. പ്രത്യേക സെക്യൂരിറ്റി കാര്യങ്ങളോ ഒന്നും വേണ്ട. യൂഷ്വലി നമുക്ക് സെക്യൂരിറ്റി വെക്കണമല്ലോ. ഈ ബിൽഡേഴ്സിൻ്റെ ഒക്കെ വരുമ്പോൾ എപ്പോഴും 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ സെക്യൂരിറ്റി ആവുന്നത്. അതില്ല, നമുക്ക് ആ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് നമുക്ക് ലോൺ കൊടുക്കാനായിട്ട് പറ്റും. സിബിൽ 700 മുകളിൽ നമ്മൾ സിബിൽ സ്കോർ വെച്ചിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മെയിൻലി നോക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് ഇപ്പോൾ 8.3 സ്റ്റാർട്ട് ചെയ്യുന്നത്. 8.3% ഫോർ അപ് ടു ആ ഒരു മാർജിൻ കാണുമല്ലോ, 30 lakhs ആണ് 8.3. ലോൺ എമൗണ്ടില്ലേ, 1 കോടി ആയാലും 5 കോടി ആയാലും നമ്മൾ 8.3 കൊടുക്കും. 8.3 കൊടുക്കും. സ്കോർ നോക്കിയാണ് മാക്സിമം ഇയേഴ്സ് 30 ഇയേഴ്സ്. ഇപ്പോൾ മാക്സിമം ഇയേഴ്സ് അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, 75 അങ്ങനെ ഒരു ഏജ് ബാർ ഉണ്ടോ? 75 വയസ്സ് വരെ, ഇല്ലെങ്കിൽ 30 വർഷം. ഇതിലേതാണോ കുറവോ അതിലാണ് കൊടുക്കുന്നത്. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു. നമുക്ക് ക്രൈറ്റീരിയ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം കറന്റ് നമുക്ക് ഇവിടെ ഉള്ള അപ്രൂവ്ഡ് പ്രോജക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്കിപ്പോൾ ലുലുവിലുള്ളത് അപ്രൂവ്ഡ് പ്രോജക്ട്സ് ആണ് ഇവരിപ്പം എല്ലായിടത്തും ഉള്ളത്. അപ്പം ഈ അപ്രൂവ്ഡ് പ്രോജക്ട്സിൻ്റെ നമ്മൾ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലീഗൽ ആൻഡ് വാല്യൂഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വില്ല എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈം ഡിലേ വരില്ല. പെട്ടെന്ന് തന്നെ ഇത് അപ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് സാങ്ഷൻ ആക്കാൻ പറ്റും. ഇതിനൊരു 3 to 4 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്യാൻ. എന്തൊക്കെയാണ് ക്രൈറ്റീരിയസ്, എലിജിബിലിറ്റീസ്? ഒരു കസ്റ്റമറിനാണെങ്കിൽ ലോൺ കിട്ടാൻ വേണ്ടി എന്തൊക്കെ എലിജിബിലിറ്റീസ് വേണം? എലിജിബിലിറ്റി ഇപ്പം സാലറിയുടെ ക്ലാസ് ആണെങ്കിൽ ജസ്റ്റ് അവരുടെ സാലറി ഡീറ്റെയിൽസും അവരുടെ KYC ഡീറ്റെയിൽസും ഇൻകം ടാക്സ് ഡീറ്റെയിൽസും ഒക്കെയാണ് വേണ്ടത്. അതായത് നമ്മുടെ ITRും അതുപോലത്തുള്ള ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്, കാരണം നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം. സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് റേറ്റ്സ് ഉണ്ട്. 8.7 മുതൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അല്ല, അങ്ങനെ നമുക്ക് ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ 8.7 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറാണെങ്കിൽ എത്ര വർഷം വരെ മാക്സിമം നമുക്ക് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പറ്റും? അതായത് നമുക്കിവിടെ സാധാരണ നാട്ടിലുള്ള ഒരാളാണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ് ടു 70 ഇയേഴ്സ് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. മാക്സിമം പീരീഡ്
വന്നിട്ട് പക്ഷേ 30 ഇയേഴ്സ് വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതെ 30 ഇയേഴ്സ് ഐദർ 30 ഇയേഴ്സ് അല്ലെങ്കിൽ അയാൾ 70 വയസ്സ് അച്ചീവ് ചെയ്യുന്നവരെ. NRIs ആണെങ്കിൽ അപ് ടു 60 ഇയേഴ്സ് ആണ്. പക്ഷേ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഉണ്ട്. അവർക്ക് അവിടുന്ന് ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 70 ഇയേഴ്സ് വരെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ബൂസ്റ്റ് അപ്പ് അവൈലബിൾ ആണോ? അതെ, ടോപ്പ് അപ്പ് നമുക്ക് ഇതിന് ശേഷം ലോൺ എടുത്തതിന് ശേഷം ടോപ്പ് അപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ലോൺ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഇത്രയും എക്സിക്യൂട്ടീവ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എന്തായാലും വരുമ്പോൾ എല്ലാവർക്കും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.